രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞുണ്ണിയുടെ ക്ഷീണമെല്ലാം മാറിയിരുന്നു. പതിവ് പോലെ അവനെ അംബികാന്റിയുടെ അടുത്താക്കി. എന്റെ ആദ്യക്കൂട്ടം വന്നോ? പനിയൊക്കെ മാറി മിടുക്കനായല്ലോ. അംബികാന്റി കുഞ്ഞുണ്ണിയെടുത്ത് ഉമ്മ വെച്ചു. ആന്റി, ഇനി അയാൾ വന്ന മോൻ അയാളുടെ അടുത്തേക്ക് വിടരുത്. കുഞ്ഞുണ്ണി കളിക്കാൻ ഓടുന്നത് കണ്ടപ്പോഴേ അംബികാന്റിയോട് പറഞ്ഞു. ശിശിരമോളെ, അവൻ മോള് ഉദ്ദേശിക്കുന്ന പോലെ അത്ര മോശം ആളല്ല. എനിക്കെന്തോ അയാൾ ഇഷ്ടമല്ല. കുഞ്ഞുണ്ണി എങ്ങനെ അയാളുമായി ഇത്ര അടുത്തെന്നാ എനിക്കറിയില്ല. അയാള് എന്നിവിടെ വരാറുണ്ടാവും. അന്നൊരു ദിവസം മോള് കമ്പനി ആവശ്യത്തിന് ഡൽഹി പോയില്ലേ? അന്ന് ആദ്യമോ രാത്രി ഉറങ്ങാതെ ബഹളായിരുന്നു. അഭി വന്ന അവനെ സമാധാനിപ്പിച്ചത്. അവർ രാത്രി മുഴുവനും കളിയും ചിരിയായിരുന്നു. അന്ന് നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ ഓർത്താണ് ഞാനത് പറയാതിരുന്നത്. വെറുതെ അല്ല കുഞ്ഞുണ്ണിക്ക് അയാളോട് ഇത്ര അടുപ്പം. ശിശിര, നിനക്കറിയാലോ, അഭി മാത്രമാണ് എനിക്കൊരു സഹായത്തിനുള്ളൂ. അവനോട് ഞാൻ ഇവിടെ വരണ്ടെന്ന് എങ്ങനെ പറയും? ഒന്നും പറയാൻ തോന്നിയില്ല. തിരിച്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ ഓർത്തു, എനിക്ക് അയാൾ ആന്റിയുടെ വീട്ടിലേക്ക് വരരുതെന്ന് പറയാനുള്ള അവകാശമില്ല. അംബികാന്റി ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഇന്നിങ്ങനെ നിൽക്കില്ലായിരുന്നു. കുഞ്ഞുണ്ണിയെ പ്ലേ സ്കൂളിൽ വിടാം. അയാളെ കാണുന്നത് ഒഴിവാക്കാലോ. 6 മാസം കഴിയുമ്പോൾ സ്കൂളിലും പോവാൻ തുടങ്ങും. പിന്നെ പതിയെ അവൻ അയാളെ മറന്നോളും. ഇന്ന് ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങണം. പ്ലേ സ്കൂൾ അന്വേഷിക്കണം. ഓഫീസിൽ ചെന്നപ്പോൾ സുജിത്ത് ഓടി വന്നു. മാം, ഒരു പ്രശ്നമുണ്ട്. എന്താ സുജിത്ത്? അവന്റെ മുഖത്ത് ടെൻഷൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. ഇന്നലെ നമ്മുടെ സ്റ്റോക്ക് വന്നത് ക്ലയന്റിന് എത്തിക്കാൻ പറ്റിയില്ല. അവർ രാവിലെ വിളിച്ച് ഭയങ്കര ബഹളം വെച്ചു. ഇന്നലെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കിയതാണല്ലോ, പിന്നെന്താ പറ്റിയേ? നമ്മുടെ ഇഷ്യൂ അല്ല, സ്റ്റോക്ക് അവിടുന്ന് മാറ്റാൻ ഒരു ഭദ്രന്റെ ആളുകൾ സമ്മതിക്കുന്നില്ലെന്ന്. സുജിത്ത് എന്താ ഈ കാര്യം നേരത്തെ പറയാതിരുന്നേ? ആ സ്റ്റോക്ക് ആരുടെയെന്ന് അറിയാലോ. അശോകൻ സാറ് ആദ്യം മുതലേ നമുക്ക് ബിസിനസ് തരുന്നതാണ്. അത് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനി ഒരിക്കലും സാർ ഓർഡർ തരില്ല. അതുമാത്രമല്ല, അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ആദിക്ക് സുഖമില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ മേഡത്തെ വിളിക്കാതിരുന്നത്. അല്ല, ആരെ ഭദ്രൻ? അയാളെ ഞാൻ വിളിച്ച് സംസാരിക്കാം. ഞാനൊന്ന് ശ്രമിച്ചതാ, അയാൾ അടുക്കുന്നില്ല. അശോകൻ സാറുമായി എന്തോ ഇഷ്യൂ ഉണ്ട് അയാൾക്ക്. ഞാനൊന്ന് പോയി സംസാരിച്ചാലോ? അത് വേണ്ട മാം, അവരൊന്നും നല്ല ആളുകളല്ല. സുജിത്ത് പേടിയോടെയാണ് പറഞ്ഞത്. 3 വർഷം ഒത്തിരി കഷ്ടപ്പെട്ട അത്യാവശ്യം ബിസിനസ്സൊക്കെ ആയത്. ഈ ഓർഡറിന് എന്തെങ്കിലും പറ്റിയ വലിയ തുക നഷ്ടാവും. ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അശോകൻ സാറിന്റെ ഓഫീസ് നമ്പറിൽ നിന്നും കോള് വന്നപ്പോൾ അമൃതയും സുജിത്തും ഒരുപോലെ എടുക്കരുതെന്ന് കണ്ണു കാണിച്ചു. 2ാമത്തെ തവണ ഞാൻ നെഞ്ചിടിപ്പോടെ കോളെടുത്തു. എന്താ ശിശിര, കോളെടുക്കാൻ ഇത്ര താമസം? അശോകൻ സാറിന്റെ പരുക്കൻ ശബ്ദം കാതിലേക്ക് വന്നടിച്ചു. സാർ, ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു. ഇപ്പോൾ ഓഫീസിലെത്തിയതേ ഉള്ളൂ. ആ ചെക്കൻ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് ഇന്ന് 2 മണിക്കുള്ളിൽ സാധനം എന്റെ ഗോഡൌണിൽ എത്തിക്കണം. എത്തില്ലെങ്കിൽ മോളുടെ കമ്പനി ഇന്നുകൊണ്ട് അടച്ചു പൂട്ടിക്കോ? അയാളുടെ സ്വരത്തിലെ ഭീഷണി കണ്ടില്ലെന്നടിച്ച് ഞാൻ ചോദിച്ചു. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഗുഡ്സ് എത്താത്തതെന്ന് സാറിന് നന്നായി അറിയാലോ. ആരുടെ കുഴപ്പമായാലും ഗുഡ്സ് എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് അത് കിട്ടിയിരിക്കണം. ഞാൻ എത്തിച്ചിരിക്കും. അങ്ങനെ പറയാനാണ് തോന്നിയത്. ഫോൺ വെച്ചപ്പോൾ സുജിത്ത് ചോദിച്ചു, എങ്ങനെ എത്തിക്കും മാഡം? എന്തിനാ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഭദ്രനൊന്ന് കണ്ട് സംസാരിക്കാം. സുജിത്ത് കൂടി വാ. നടക്കൂന്ന് അറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. വേറെ വഴിയില്ലല്ലോ. സുജിത്തിനെ കൂട്ടിയിറങ്ങുമ്പോൾ മനസ്സിൽ ചെറിയ പേടി തോന്നിയിരുന്നു. ബാലൻചേട്ടനെ വിളിച്ച് ലൊക്കേഷൻ ചോദിച്ച് ട്രക്ക് കിടക്കുന്നിടത്തേക്കാണ് പോയത്. 3 വർഷമായി ബാലൻചേട്ടന്റെ ട്രക്കിലാണ് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഈ വർഷം സ്വന്തമായി ട്രക്ക് വാങ്ങണമെന്നും ബാലൻചേട്ടനെ തന്നെ ഡ്രൈവറായി വെക്കണമെന്നുമാണ് ആഗ്രഹം. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാലൻചേട്ടൻ ഇറങ്ങി വന്നു. മോളെ, അവർ ട്രക്ക് ഇവിടെ നിന്ന് അനക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നേ. അകലെ മാറി പാർക്ക് ചെയ്തിരിക്കുന്ന സ്കോർപിയോയിലേക്ക് നോക്കി ചേട്ടൻ പറഞ്ഞു. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ?
വേണ്ട മോളെ, പോലീസ് വന്നാലും ആ ഭദ്രൻ പിന്നെ മോളെ വെറുതെ വിടില്ല. എങ്ങനെങ്കിലും സംസാരിച്ച് തീർക്കാൻ നോക്കൂ. അയാൾ ആ വണ്ടിയിലുണ്ടോ? ഇല്ലെന്ന് തോന്നേ. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സംസാരിക്കാം. ബാലൻ ചേട്ടൻ സുജിത്തിനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് നടക്കുന്നത് ഞാൻ നോക്കി നിന്നു. എന്നെ ചൂണ്ടിക്കാണിച്ച് ബാലൻ ചേട്ടൻ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മാം, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഭദ്രനോട് സംസാരിക്കാനാണ് പറയുന്നത്. സുജിത്ത് തിരിച്ചു വന്ന് പറഞ്ഞു. ബാലൻ ചേട്ടൻ പിന്നെയും അവിടെ നിന്ന് അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. മൊബൈൽ അടിക്കുന്നത് കേട്ട് എടുത്തു നോക്കി. അശോകൻ സാറിന്റെ നമ്പറായിരുന്നു. എന്തായി ശിശിര? ഇപ്പൊ 11 മണിയായി. ഇനി 3 മണിക്കൂർ കൂടിയുണ്ട് സമയം. ഗുഡ്സ് എത്തിയില്ലെങ്കിൽ എന്റെ അഡ്വാൻസ് കാശും ഗുഡ്സിന്റെ പൈസയായി വന്നാ മതി. സാർ എന്താ പറയുന്നത്? സാറായി എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ടല്ലേ ആ ഭദ്രൻ ട്രക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ എന്നെ നടുക്ക് നിർത്തുന്ന എന്തിനാണ്? ഞങ്ങൾ തമ്മിൽ പലതും കാണും. പക്ഷേ കാർഗോ അയക്കുന്നതിന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഗുഡ്സ് ഗോഡൌണിൽ എത്തിക്കേണ്ടത് കാർഗോ കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന്. ഇല്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടതും കാർഗോ കമ്പനിയാണെന്നും അറിയില്ലേ? അയാൾ കോൾ കട്ട് ചെയ്തപ്പോൾ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യചിഹ്നമായിരുന്നു മനസ്സിൽ. ട്രക്ക് എടുത്തുകൊണ്ട് പോയാലോ അവർ ബാലൻചേട്ടനെ ഉപദ്രവിക്കും. 3 മക്കളുടെ പഠനം, വീട്ടു ചെലവ് എല്ലാം ബാലൻചേട്ടന്റെ ജോലി കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ കാരണം അത് മുടങ്ങാൻ പാടില്ല. ബാലൻചേട്ടൻ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. സുജിത്ത്, ഈ ഭദ്രൻ എവിടെ ഉണ്ടാവും? അയാളുടെ ഓഫീസ് എനിക്കറിയാം. ഞാൻ പോയി സംസാരിക്കാം. ഞാനും വരാം, സുജിത്ത് പറഞ്ഞു. വേണം മോളെ, അയാൾ ദുഷ്ടനാണ്. നമ്മളിപ്പോ പേടിച്ചു നിന്നാ പിന്നെ പേടിക്കാനേ സമയമുണ്ടാവൂ. സുജിത്ത്, വാ നമുക്ക് പോയി നോക്കാം. ബാലൻചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. മനസ്സില്ലാതെ ബാലൻചേട്ടൻ തല കുലുക്കി. ഭദ്രന്റെ ഓഫീസിന്റെ മുമ്പിൽ വണ്ടി ഒതുക്കി നിർത്തിയതും ഞാനും സുജിത്ത് ഇറങ്ങി. സുജിത്തിന് നല്ല പേടിയുള്ളതുപോലെ തോന്നി. സുജിത്ത്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സംസാരിക്കാം. വേണ്ട മാഡം, ഞാനും വരാം. 2ാമത്തെ നിലയിലുള്ള ഓഫീസിലേക്ക് ലിഫ്റ്റ് ഉണ്ടായിട്ടും ഞങ്ങൾ പടികൾ കയറി. മനസ്സിൽ അയാളോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണം എന്ന് കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. റിസപ്ഷനിൽ പറഞ്ഞ് അയാൾ വിളിക്കുന്നത് കാത്തു നിൽക്കുമ്പോൾ പേടി എന്നിലും അരിച്ചു കയറി തുടങ്ങിയിരുന്നു. ശിശിര മേഡത്തിനെ സാറ് വിളിക്കുന്നുണ്ട്. റിസപ്ഷനിലെ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ സുജിത്തിനെയും കൂട്ടി അയാളുടെ ക്യാബിനിലേക്ക് കയറി. ആരിത്, ശിശിരയോ? വന്നിരിക്കെ, പതിഞ്ഞ ശബ്ദത്തിൽ ചെയറിലിരുന്ന ആള് പറഞ്ഞു. ഭദ്രൻ എന്ന പേര് കേട്ടപ്പോൾ ഒരു ഭീകര രൂപമായിരുന്നു മനസ്സിൽ. വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് 30-നോടടുത്ത് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇയാളെക്കുറിച്ച് തന്നെയാണോ ബാലൻചേട്ടൻ പറഞ്ഞത്? ഇയാൾക്ക് എന്നെ എങ്ങനെ അറിയാം എന്നതും അതിശയത്തോടെ ഓർത്തു. സുജിത്തിന്റെ മുഖത്ത് ടെൻഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ശിശിര ഇരിക്കേ, അയാൾ ഓർമ്മിപ്പിച്ചു. ഞാൻ മനസ്സില്ലാതിരുന്നു. ശിശിര വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ തന്നെയൊന്ന് ഇവിടെ വരുത്തിക്കാൻ ഞാൻ കളിച്ച കളിയായിരുന്നിത്. ഞാൻ ഞെട്ടി അയാളെ നോക്കി. അശോകൻ സാറായി എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്? അതൊക്കെ വെറുതെ. അശോകൻ സാർ എൻ്റെ ആളല്ലേ, അയാൾ വഷളം ചിരിയോടെ പറഞ്ഞു. താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് തന്നെ അറിയില്ല. അതൊക്കെ വലിയ കഥയാണ്. എപ്പോഴൊക്കെ നിന്നെ കൊടുക്കാൻ നോക്കിയാലും നിന്റെ അടുത്തെത്താൻ രക്ഷകർ സമ്മതിക്കില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. വാട്ട് യു മീൻ? ഞാൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ഓ, വല്ലാതങ്ങ് അഭിനയിക്കാതെ മോളെ. നീ PGക്ക് പഠിക്കാൻ ബാംഗ്ലൂർ വന്നപ്പോൾ മുതൽ പലതവണ നിന്നെ ഞാൻ നോട്ടിട്ടതാണ്. എന്റെ ശരീരം വിറച്ചു തുടങ്ങിയിരുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയെങ്കിലും ഇയാളുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് കൂടി ഞാൻ ആലോചിച്ചു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നീ വലിയ കാര്യമായിട്ട് ആലോചിക്കണ്ട. നിന്നെ കാണാൻ പോലും നിന്റെ മറ്റവ സമ്മതിച്ചിട്ടില്ല. അന്നേ നിന്റെ ഈ വടിവത്ത ശരീരവും ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യവും ഞാൻ നോക്കി വെച്ചതായിരുന്നു. തനിക്ക് ആള് മാറിയതാവും. ഞാൻ ശിശിരയാണ്. അന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു രക്ഷകൻ ഉണ്ടായിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. നിനക്കൊരു കൊച്ചുണ്ടല്ലോ, അതപ്പോ പിഴച്ചുണ്ടായതാണല്ലേ? ദിവ്യഗർഭായിരിക്കും. ഞാൻ ഓർത്തതേ അവന്റെ ആണെന്നാ. ഞാൻ ചെവികൾ രണ്ടും പൊത്തിപ്പിടിച്ചു. സുജിത്ത്, നമുക്ക് പോകാം. അവൻ പൊക്കോട്ടെ, നീ അവിടെ നിൽക്ക്. ഇല്ലെങ്കിൽ അശോക് സാറിന്റെ ഗുഡ്സ് പെരുവഴിയിൽ തന്നെ കിടക്കും. പിന്നെ അറിയാലോ,
അശോക് സാറിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നിന്റെ കമ്പനി വിറ്റാൽ പോലും തികയില്ല. താൻ എന്താ വെച്ച് ചെയ്യേ? തൻ്റെ ഈ വൃത്തികെട്ട സംസാരം കേട്ട് നിൽക്കാനേ എന്നെ കിട്ടില്ല. എനിക്ക് ദേഷ്യവും സങ്കടവും വന്ന് ശബ്ദം വിറച്ചു തുടങ്ങിയിരുന്നു. നീ അവനോർത്തിട്ടാണ് ഇത്ര ധൈര്യം കാണിക്കുന്നെങ്കിലേ വെറുതെയാണ്. അവൻ നീ ടൗണിലേ ഇല്ല. നിന്നെ രക്ഷിക്കാൻ വരുമെന്നേ ഓർക്കുകയും വേണ്ട. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു രക്ഷകനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. നിർത്തടി. ഞാൻ പറഞ്ഞത് നിന്റെ മറ്റവനെ കുറിച്ച് തന്നെയാണ്. നിന്റെ കൊച്ചിന്റെ തന്തയെക്കുറിച്ച്, അഭിറാമിനെ കുറിച്ച്. ഇല്ല, ഞാനലറി. പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലോകം എനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി താഴെയെത്തി. സുജിത്ത് സ്റ്റെയർ ഇറങ്ങി ഓടി വരുന്നത് കണ്ടെങ്കിലും നിൽക്കാതെ സ്കൂട്ടി എടുത്ത് ഗേറ്റിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയതും സ്പീഡിൽ വന്ന ക്രൂസറിൽ തട്ടി മറിഞ്ഞു വീണിരുന്നു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.